നാടകവും കഴിഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് പാതിരാത്രി തന്നെ ആശുപത്രിയിൽ നിന്നും മുങ്ങിയ വീണ മന്ത്രിക്ക് ഇനി 2 കേസുകൾ വരാൻ സാധ്യതയേറുകയാണ്. അതിലൊന്ന്, ഈ രാജ്യത്തെ ഒരു പൗരനെതിരെ വ്യാജ പരാതികളും തെളിവുകളും ഉണ്ടാക്കി കേസെടുപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ മറ്റൊന്ന്, ഡിസ്ചാർജ് പ്രോട്ടോകോൾ നിലവിലുള്ളൊരു നാടാണ് കേരളം. ICUവിലുള്ളൊരു രോഗി സുഖമാകുമ്പോൾ വാർഡിലേക്ക് മാറ്റി രോഗശാന്തി സ്ഥിരതയുള്ളതാണ് എന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയുള്ളൂ. അതിനു പകരം ഡോക്ടർമാർ നിർദ്ദേശിക്കാതെ തന്നെ തൻ്റെ തറവാട്ട് വകയാണ് ഈ ആരോഗ്യവകുപ്പ് എന്ന ധാരണയിൽ നാടകം കളിച്ച സംഭവം നിരീക്ഷിച്ചു വരികയാണ് കേരളവും അതുപോലെ കോടതിയും. ഒരു ഗുരുതര രോഗിയാണ് മന്ത്രി എന്ന് ഡോക്ടർമാർ തന്നെ എഴുതിയ സാഹചര്യത്തിൽ ഇവിടെ ആംബുലൻസും എയർ ആംബുലൻസും ഉള്ളപ്പോൾ, അല്ലെങ്കിൽ സുഖയാത്രയ്ക്കുള്ള ട്രെയിൻ ഉള്ളപ്പോൾ 11 മണിക്കൂറിലേറെ കാർ യാത്ര എങ്ങനെയാണ് ഉപദേശിച്ചത്? അതും കഴുത്തിന് ഗുരുതര പരിക്കുള്ള ഒരു രോഗിക്ക്. ഇതിൽ ഡോക്ടറെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിച്ചതെങ്കിൽ ആരോഗ്യമന്ത്രിക്കെതിരെ കേസെടുക്കേണ്ടി വരും. അതിനായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അഥവാ IMAയെ സമീപിക്കാനാണ് UDF ഇപ്പോൾ പദ്ധതിയിടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 2ലും കേസുകൾ വരാൻ പോകുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി എന്നുറപ്പാകുന്നതോടെ മന്ത്രി രാജിവെക്കാനാണ് സാധ്യത എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. ഈ 2 കേസും വരാൻ പോകുന്നതേയുള്ളൂ. കാരണം പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജാമ്യമില്ലാത്ത കേസിൽ അകത്തിട്ടിരിക്കുകയാണ്. മന്ത്രിയുടെ 7 അയലത്ത് പോലും എത്താത്ത ഈ കുട്ടികളെ പോലീസ് തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് എല്ലാവരും കണ്ടതാണ്. അവരുടെ കയ്യിൽ ഒരു ആയുധം പോലും ഇല്ലാതിരുന്നിട്ടും ഈ മന്ത്രിയും പോലീസ് വകുപ്പും കൂടി എടുത്ത വധശ്രമം എന്ന കിരാത നിയമത്തിനെതിരെ മനുഷ്യാവകാശ ലംഘനമടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് കേസ് കൊടുക്കാൻ പോവുകയാണ് പ്രതിപക്ഷം. വധശ്രമം പോയിട്ടൊരു കയ്യേറ്റം പോലും നടത്താത്ത ആളുകളെ വധശ്രമത്തിന് കേസെടുക്കുകയും മന്ത്രി നാടകം കളിക്കുകയും ചെയ്തത് അങ്ങേയറ്റം കുറ്റകരമാണെന്ന് കോടതി പരാമർശിച്ചാൽ മന്ത്രിക്ക് രാജിയല്ലാതെ വേറെ വഴിയില്ല. മന്ത്രിയെ ആക്രമിക്കുന്ന തെളിവുകൾ ഒരിടത്തുമില്ല എന്നിരിക്കെ കോടതി അതിനെ തള്ളിക്കളയുകയും മാത്രമല്ല, 1ാം പ്ലാറ്റ്ഫോമിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതെന്നിരിക്കെ പാട്ടും പാടി 2ഉം 3ഉം പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്. പിന്നീട് നടന്ന സ്പീക്കർ ഉൾപ്പെട്ട ഈ ആസൂത്രണങ്ങളെല്ലാം ദൃശ്യങ്ങൾ സഹിതം പരാതിക്കാർ ഹാജരാക്കുന്നതോടെ മന്ത്രി നടത്തിയത് തട്ടിപ്പാണെന്നും ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും വൈരാഗ്യവും വിദ്വേഷവും ഒന്നും കൂടാതെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ഒരു മന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നും ഉറപ്പാകുന്നതോടെ കോടതി പറയാൻ പോകുന്നത് എന്തെന്ന് നമുക്ക് ഊഹിക്കാം. അത് സത്യപ്രതിജ്ഞാ ലംഘനവും നാടകവുമാണ് എന്ന് കോടതി പറഞ്ഞാൽ രാജിവെച്ചോടുന്നതാണ് നല്ലത്. അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും മന്ത്രി നേരിട്ട് ഗുണ്ടാപ്പണിയും നാടകനടിയുമായത് അപലപനീയമാണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞതോടെ കോടതിയും നല്ല പണി നൽകാനാണ് സാധ്യത. അതിനു മുൻപേ തന്നെ ഇതേ നാടകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശാരീരിക കാര്യങ്ങൾ പറഞ്ഞ് രാജിവെക്കുന്നതാണ് മന്ത്രിക്ക് നല്ലത്.